ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചരണ പരിപാടികൾ ഊർജിതമാക്കുകയാണ്. ബീഹാറിൽ ഇത്തവണ JDU, BJP നേതൃത്വത്തിലുള്ള NDAയും കോൺഗ്രസ് RJD നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പോരാട്ടത്തിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. അധികാരത്തിനും പദവിക്കുമായി പാർട്ടികൾ മാറിയ ചരിത്രമുള്ള ആളാണ് നിതീഷ് കുമാർ. എന്നാൽ ഇത്തവണ അദ്ദേഹം പ്രതിരോധത്തിലാണ്. 2005 മുതൽ വികസനത്തിന്റെ പാതയിലൂടെ ബീഹാറിനെ നയിക്കുന്ന കഴിവുറ്റ ഭരണാധികാരിയായാണ് നിതീഷ് കുമാർ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് 1974 മുതലാണ്. 1977 വരെ ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സിൽ പ്രവർത്തിച്ചാണ് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ നിതീഷ് കുമാർ പഠിക്കുന്നത്. പിന്നീട് 1977 ജനതാ പാർട്ടിയിൽ അംഗമായി നിതീഷ് സോഷ്യലിസ്റ്റ് നേതാവായി മാറി. 1996 വരെ സോഷ്യലിസ്റ്റ് നേതാവായി നിന്ന നിതീഷ് 1996 മുതൽ 2013 വരെ NDA മുന്നണിയിൽ അംഗമായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 2013 NDA വിട്ട് UPAയിൽ ചേർന്നു. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവുമായി മഹാഗഡ്ബന്ധൻ സഖ്യമുണ്ടാക്കി അധികാരത്തിലെത്തിയെങ്കിലും 2018 മഹാഗഡ്ബന്ധൻ ഉപേക്ഷിച്ച് വീണ്ടും NDA മുന്നണിയിൽ ചേർന്നു. 5 വർഷത്തിനു ശേഷം 2022 ഓഗസ്റ്റ് 9 മുഖ്യമന്ത്രി പദം രാജിവെച്ച് NDA സഖ്യം ഉപേക്ഷിച്ചു. ഓഗസ്റ്റ് 10 മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ വീണ്ടും ചേർന്ന് RJD പിന്തുണയിൽ 8ാം പ്രാവശ്യവും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി മുഖ്യമന്ത്രി സ്ഥാനം RJDക്ക് കൈമാറണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJD കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ബീഹാറിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ JDU വിലപേശരുതെന്നുമുള്ള RJDയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് 2024 ജനുവരി 28 നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യ മുന്നണി വിട്ട് വീണ്ടും NDAയിലെത്തി. അതേസമയം BJP പിന്തുണയിൽ 9ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. അങ്ങനെ അധികാരത്തിന്റെ അകത്തളങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിതീഷ് കുമാറിന് എല്ലായ്പ്പോഴും സാധിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് വിധേനയും അധികാരം പിടിച്ചെടുക്കുക എന്നത് നിതീഷ് കുമാറിന്റെ ആവശ്യമാണ്. എന്നാൽ ഇത്തവണ നിതീഷ് കുമാർ മത്സരിച്ചേക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാകുന്ന തരത്തിലാണ് ചർച്ചകൾ. രാഷ്ട്രീയ തന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായി മാറിയ പ്രശാന്ത് കിഷോർ പറയുന്നത് നിതീഷ് കുമാർ ശാരീരികമായി ക്ഷീണിതനും മാനസികമായി അയോഗ്യനുമാണെന്നാണ്. അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജൻസൂരജ് എന്ന പാർട്ടി പ്രശാന്ത് കിഷോർ ആരംഭിച്ചിരുന്നു. നിതീഷ് കുമാറിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ദിനംപ്രതി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും മാനസികാവസ്ഥ ദിനംപ്രതി വഷളാവുകയാണെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു. RJD നേതാവ് തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ ക്ഷീണിതനായ മുഖ്യമന്ത്രി എന്നാണ് വിശേഷിപ്പിച്ചത്. 15 വർഷം പഴക്കമുള്ള വാഹനം ഓടണ്ട എന്ന് തീരുമാനമുള്ള രാജ്യത്ത് എന്തിനാണ് 20 വർഷം പഴക്കമുള്ള ഒരു സർക്കാർ എന്നാണ് തേജസ്വി യാദവ് ചോദിക്കുന്നത്. എന്നാൽ നിതീഷ് കുമാർ മത്സരിക്കാതെ പകരം മകൻ നിഷാന്ത് കുമാർ ഈ വർഷം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് 2025 ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹാർനൌട്ട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിനെ പിന്തുണച്ച് JDU അനുഭാവികൾ പാർട്ടി ഓഫീസിന് പുറത്ത് പോസ്റ്റർ പതിച്ചതോടെ ഊഹാപോഹങ്ങൾ ശക്തി പ്രാപിച്ചു. എന്നാൽ ഇത്തരത്തിലൊരു തീരുമാനം നിതീഷ് കുമാറോ മകൻ നിഷാന്ത് കുമാറോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഏത് വിധേനയും NDAയിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാനാണ് RJDയുടെ ശ്രമം. ന്യൂനപക്ഷ സ്നേഹം കാണിക്കാൻ ഈദ്, വൈശാഖി, ഈസ്റ്റർ ആഘോഷ കിറ്റുകൾ നൽകുന്നതിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് BJPയുടെ ഇത്തരത്തിലുള്ള നീക്കം. BJPയും ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യം. ഈ വർഷം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നത്. കോൺഗ്രസ് ഉൾപ്പെടുന്ന RJDയുടെ നേതൃത്വത്തിലുള്ള മഹാഗഡ്ബന്ധൻ NDAയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള സർവ്വ ശ്രമത്തിലാണ്.